നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 2-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്ന തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ് എങ്കിലും പക്ഷേ ഇന്നത്തെ നക്ഷത്രം തിരുവാതിരയാണ്. ആഴ്ച നല്ലതല്ല. ആഴ്ച അനുകൂലപ്രദമായ ആഴ്ചയല്ല. അപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അനുകൂലപ്രദമായ ദിവസമല്ല എന്നല്ല. തിരുവാതിര നക്ഷത്രവും വെള്ളിയാഴ്ച ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ആഴ്ചയും വലിയ ദോഷമില്ല, അതുപോലെ നക്ഷത്രവും ദോഷമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ദിവസമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. നല്ല പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പോവുക, അത് നടപ്പാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തിരുവാതിര നക്ഷത്രം, മേടമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രന് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, വിവാഹ കാരകത്വം വഹിച്ച ഗ്രഹമാണ് ശുക്രൻ. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് മംഗല്യം നടക്കും. വിവാഹ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവും. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഗുണങ്ങൾ വരും. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ വീട് വെക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ വാഹനം വാങ്ങാനോ മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഈ ഒരു വർഷത്തെ ശരിക്ക് വിനിയോഗിക്കണം. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. കാരണം തിരുവാതിരക്കാർക്ക് കണ്ടകശനിയൊക്കെ നടക്കുന്നത് കൊണ്ട് ചെറിയ തടസ്സം ഉണ്ടാവും. അതിനൊന്നും വകവയ്ക്കരുത്. കാരണം നമുക്ക് വന്നിരിക്കുന്ന ദിവസത്തിൻ്റെ ഫലവും കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായിരിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്ന് രാഹുകാല സമയം നമുക്ക് നോക്കുമ്പോൾ 10:30 മണി മുതൽ 12 മണി വരെയാണ് രാഹുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10:49 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 12 മണി 22 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ശുഭപ്രദമായ കാര്യങ്ങൾക്കൊന്നും തന്നെ രാഹുകാല സമയം, പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഒരു രാഹുകാലം എടുക്കരുത്. ബാക്കിയുള്ളതിനൊക്കെ രാഹുകാലം യാത്രയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. മറ്റു ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. 7 മണി 43 മിനിറ്റ് തൊട്ട് 9 മണി 18 മിനിറ്റ് വരെയാണ് ഗുളികകാല സമയം. അതുപോലെ യമകണ്ഠകാല സമയവും 3 മണി 27 മിനിറ്റ് തൊട്ട് 5 മണി വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ മറ്റ് അനുകൂലപ്രദമായ ദിവസമാണെങ്കിലും നമുക്ക് മറ്റ് അതിൽ കൊള്ളാവുന്നുള്ള സമയം എടുക്കണമെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് പോകുന്നത് നന്നായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 58 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമുണ്ട്. ഇതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുവപ്പ് മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ റോസ് കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യുകയും നമുക്ക് എനർജി ലഭിക്കുകയും പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.